നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. മുൻപ് വായ്പ എടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ബാങ്കുകളിൽ പലതവണ പോവുകയും അനവധി രേഖകൾ സമർപ്പിക്കുകയും ദിവസങ്ങളോ മാസങ്ങളോ കാത്തിരിക്കുകയും ചെയ്തതിനു ശേഷമായിരുന്നു പണ്ട് കാലങ്ങളിൽ വായ്പ ലഭിച്ചിരുന്നത്. ചെറിയൊരു തുക ലഭിക്കുവാൻ പോലും ഇത്തരത്തിൽ വലിയ പ്രക്രിയകളിലൂടെ കടന്നു പോകേണ്ട കാലമായിരുന്നു അത്. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ കാലത്ത് വായ്പ എടുക്കുക എന്നത് അത്യന്തം എളുപ്പമായിരിക്കുകയാണ്. ബാങ്ക് ശാഖകളിലേക്ക് നേരിട്ട് പോകാതെ തന്നെ മൊബൈൽ ഫോൺ വഴി മിനിറ്റുകൾക്കുള്ളിൽ ലോൺ ലഭ്യമാകുന്ന സംവിധാനങ്ങൾ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇത്തരത്തിൽ ഓൺലൈൻ വായ്പകൾ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. വ്യാജ വായ്പാ വെബ്സൈറ്റുകൾ, മൊബൈൽ ആപ്പുകൾ, സന്ദേശം എന്നിവ വഴി സൈബർ തട്ടിപ്പുകാർ വായ്പ വാഗ്ദാനം ചെയ്ത് കബളിപ്പിക്കുന്ന നിരവധി കേസുകൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് തടയാൻ ചില മാർഗങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. തൽക്ഷണ അംഗീകാരം, ഉറപ്പായ വായ്പ അല്ലെങ്കിൽ നോ ക്രെഡിറ്റ് ചെക്ക് തുടങ്ങിയ ഓഫറുകളാണ് ഓൺലൈൻ തട്ടിപ്പുകാർ പ്രധാനമായും നൽകുന്നത്. ഇവയോടൊപ്പം ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്ത വാട്സപ്പിലോ SMS-ലോ സന്ദേശങ്ങളും അയക്കാറുണ്ട്. പണം ആവശ്യമായവർ ഇത് ഉപയോഗപ്പെടുത്തുകയും തട്ടിപ്പിന് വേഗത്തിൽ ഇരയാവുകയും ചെയ്യുന്നു. ആധാർ നമ്പർ, പാൻ നമ്പർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അല്ലെങ്കിൽ OTP പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ തട്ടിപ്പുകാർ ആവശ്യപ്പെടുന്നു. ചിലപ്പോൾ വ്യാജ ലിങ്കുകൾ അയക്കുകയും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ഇത്തരത്തിലുള്ള ലിങ്ക്, സന്ദേശങ്ങൾ എന്നിവ വന്നാൽ ഒരിക്കലും ഓപ്പൺ ചെയ്യരുത്. ചിലപ്പോൾ തട്ടിപ്പുകാർ മുൻകൂർ പേയ്മെന്റുകൾ ആവശ്യപ്പെടാറുണ്ട്. പ്രോസസിംഗ് ഫീസ്, നികുതി ചാർജുകൾ, വേരിഫിക്കേഷൻ ഫീസ് എന്നിങ്ങനെ പറഞ്ഞ് പണം അടയ്ക്കുവാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ സാധാരണ ബാങ്കുകൾ വായ്പാദാതാക്കളുടെ വായ്പാ തുകയിൽ നിന്നാണ് ഇത്തരം ചാർജുകൾ കുറയ്ക്കുന്നത്. അല്ലാതെ ഉപഭോക്താവിന്റെ കയ്യിൽ നിന്ന് മുൻകൂട്ടി പണം ആവശ്യപ്പെടുന്നില്ല എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വായ്പ എടുക്കുന്നതിന് മുമ്പ് ആ സ്ഥാപനം റിസർവ് ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, അംഗീകൃത ധനകാര്യ സ്ഥാപനവുമായി ബന്ധമുള്ളതാണോ എന്നെല്ലാം പരിശോധിക്കണം. സന്ദേശങ്ങളിലൂടെയോ ഇമെയിലുകളിലൂടെയോ വരുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നേരിട്ട് സന്ദർശിക്കുക. എന്തെങ്കിലും സംശയം തോന്നിയാൽ പ്രക്രിയ നിർത്തിവെക്കുകയും ബാങ്കിൽ നേരിട്ടെത്തി കാര്യങ്ങൾ തിരക്കുകയും വേണം.